ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 2024-25 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ നടപടി ആവശ്യമാണെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഡൽഹിയിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ അപകടം അന്വേഷിക്കാൻ കമ്മിറ്റിയെ രൂപീകരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ. വയനാട്, ഇടുക്കി, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കനത്ത നാശനഷ്ടം. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ 3 മരണം. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. പാരീസ് ഒളിമ്പിക്സിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CIIയുടെ ബജറ്റാനന്തര സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിലാണ് വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര എന്ന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വളർച്ചയിൽ വ്യവസായ മേഖലയുടെ പങ്കിനെക്കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള 1000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 2024-25 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ഇന്നലെ നടന്ന ചർച്ചയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേതുൾപ്പെടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിനു പകരം പുനർനിക്ഷേപം നടത്തേണ്ട സമയമാണിതെന്ന് രാജ്യസഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത മുൻ പ്രധാനമന്ത്രിയും JDS MPയുമായ HD ദേവഗൌഡ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് 2021 നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് ഇതുവരെ നടപ്പാക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ തൃണമൂൽ MP സാകേത് ഗോഖലെ വിമർശനമുന്നയിച്ചു. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നും കാർഷികോത്പന്നങ്ങളുടെ താങ്ങുവിലയിൽ കർഷകർക്ക് നിയമപരമായ ഉറപ്പ് നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. അഗ്നിവീർ പദ്ധതിക്കെതിരെയും അദ്ദേഹം വിമർശനമുന്നയിച്ചു. അഗ്നിവീർ പദ്ധതിക്കെതിരായ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതായും വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ വ്യക്തമാക്കി. വിദ്യാഭ്യാസത്തിനുള്ള ബജറ്റ് വിഹിതം തുടർച്ചയായി കുറഞ്ഞുവരുന്നതായി സമാജ്വാദി പാർട്ടി MP ഡിംപിൾ യാദവ് ചർച്ചയിൽ ഉന്നയിച്ചു. ബജറ്റ് രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകുന്നതായി BJP MP സുരേഷ് കുമാർ കശ്യപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ നടപടി ആവശ്യമാണെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ടോക്കിയോയിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇറക്കിയത്. ഭീകരവാദത്തിന് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായം ഉപയോഗപ്പെടുത്തുന്ന ലഷ്കർ ഇ തയ്ബ, ജെയ്ഷെ മുഹമ്മദ്, അൽ ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ഭീകര സംഘടനകൾക്കെതിരെ നടപടി ആവശ്യമാണെന്നും യോഗം വിലയിരുത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും ഇതേ ആവശ്യം ഉന്നയിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ ടോക്കിയോ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളക്കെട്ടിൽ വീണ് ഉദ്യോഗാർത്ഥികൾ മരിച്ച സംഭവം അന്വേഷിക്കാൻ കമ്മിറ്റിയെ രൂപീകരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അപകട കാരണം, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ തുടങ്ങിയവ സമിതി പരിശോധിക്കും. സമൂഹമാധ്യമത്തിലാണ് അന്വേഷണ കമ്മിറ്റിയെ രൂപീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചത്. 30 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഡൽഹി സിവിൽ സർവീസ് കോച്ചിംഗ് കേന്ദ്രത്തിലെ ദുരന്തത്തിൽ മരിച്ച ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. ദുരന്തത്തിൽ 3 പേരാണ് മരിച്ചത്. എറണാകുളം സ്വദേശി നവീൻ ഡാൽവിന്റെ മൃതദേഹം ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി വി ശിവൻകുട്ടിയും IB സതീഷ് MLAയും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഭൌതിക ശരീരം മങ്കാട്ടുകടവിലുള്ള സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. സിവിൽ സർവീസ് കോച്ചിംഗ് കേന്ദ്രത്തിലെ ദുരന്തത്തിൽ BJP ഡൽഹി ഘടകം ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ, ആം ആദ്മി പാർട്ടി ആസ്ഥാനം എന്നിവിടങ്ങളിലാണ് പ്രതിഷേധം നടന്നത്. ഹെയ്ത്തിക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 9 ടൺ മെഡിക്കൽ ഉപകരണങ്ങൾ ഇന്ത്യ ഹെയ്ത്തിക്ക് കൈമാറി. ഇന്നലെ ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങളുടെ കൺസൈൻമെന്റ് പോർട്ട് ഓ പ്രിൻസിൽ എത്തിച്ചേരും. രക്തദാനത്തിനുള്ള ഉപകരണങ്ങളും പരിശോധനാ കിറ്റുകളുമാണ് ഇതിൽ ഉള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ന്യൂഡൽഹിയിലെ ഹുമയൂൺ സ്മാരകത്തിലെ 1 ലക്ഷം ചതുരശ്ര അടിയിൽ സജ്ജീകരിച്ച സ്മാരകത്തിന്റെ മാതൃക കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്തു. മ്യൂസിയം സമുച്ചയത്തിലുള്ള സ്മാരകങ്ങളുടെ ദൃശ്യസമ്പൂർണ്ണത നഷ്ടമാകാത്ത വിധമാണ് ഈ ഭൂഗർഭ മ്യൂസിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഓൺലൈനായി പങ്കുവയ്ക്കുന്നതിനുള്ള ഐഡിയാസ് ഫോർ ലൈഫ് പരിപാടിക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ന്യൂഡൽഹി IITയിൽ തുടക്കം കുറിച്ചു. പ്രകൃതി വിഭവങ്ങൾ ശ്രദ്ധയോടെ വിനിയോഗിക്കുന്നതിന് നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളോടും ഗവേഷകരോടും ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. വയനാട്, ഇടുക്കി, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. പലയിടത്തും വെള്ളം കയറുകയും മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു. പെരിയാറിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ സാധ്യതയുണ്ട്. പാലക്കാട് ആളിയാർ ഡാമിന്റെ 11 സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ തുടരുകയാണ്. വയനാട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, ബാക്കിയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശക്തമായ മഴ തുടരുന്ന വയനാട്ടിൽ ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ ചൂരൽമലയിലാണ് ഇന്ന് പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി പേർ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന. 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 21 പേരെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. മേപ്പാടി, മുണ്ടക്കയം, പുഞ്ചിരിമട്ടം പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:30 മുണ്ടക്കയിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത്. തുടർന്ന് 2 മണിയോടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി. വലിയ ശബ്ദത്തോടെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. ഇതോടെ ചൂരൽമല ടൗണിൽ വെള്ളം കയറി. ടൗൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മലവെള്ളപ്പാച്ചിലിൽ ചൂരൽമല പാലം തകർന്നതോടെ ഈ പ്രദേശത്തെ ആളുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ചൂരൽമലയിൽ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. NDRF, ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ വകുപ്പ് എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ രാത്രി ആയതിനാൽ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപകട മേഖലയിലേക്ക് ആർക്കും പോകാൻ കഴിയാത്തതിനാൽ ആളുകൾ വാഹനവുമായി എത്തി റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കരുതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ചൂരൽമല ടൗണിൽ പൂർണ്ണമായും വെള്ളം കയറി. പ്രദേശത്ത് സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം വയനാട്ടിൽ ആരോഗ്യവകുപ്പ് കൺട്രോൾ റൂം തുറന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ 96 56 93 86 89 8086 01 08 33 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 96 56 93 86 89 8086 01 08 33. പാരീസ് ഒളിമ്പിക്സിന്റെ 4ാം ദിനം മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ ഇന്ന് കളത്തിലിറങ്ങും. ഷൂട്ടിംഗ്, തുഴച്ചിൽ, ഹോക്കി, അമ്പെയ്ത്ത്, ബാഡ്മിന്റൺ, ഗുസ്തി തുടങ്ങിയ ഇനങ്ങളിലാണ് ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ മനു ഭാക്കർ സരബ്ജോത് സഖ്യം 10 മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ വെങ്കല മെഡലിനായുള്ള മത്സരത്തിലേക്ക് യോഗ്യത നേടി. വിശദാംശങ്ങളുമായി പാരീസിൽ നിന്ന് ആകാശവാണിക്ക് വേണ്ടി വി ശിവകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കാർ 5 ഇനങ്ങളിലാണ് മത്സരിക്കാനിരുന്നത്. പക്ഷേ ബാഡ്മിന്റണിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ്, റാങ്കിറെഡ്ഡി സഖ്യം കളിക്കാതെ തന്നെ ക്വാർട്ടർ ഫൈനലിൽ എത്തി. എതിരാളികൾ പിന്മാറിയതുകൊണ്ടാണ് ഇന്ത്യൻ കളിക്കാർ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. ലക്ഷ്യ സെൻ 21-19, 21-14 എന്ന സ്കോറിന് എതിരാളിയെ പരാജയപ്പെടുത്തി. ഷൂട്ടിംഗിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ് ടീം മത്സരങ്ങളിൽ മനു ഭാക്കർ, സർബ്ജീത് സിംഗ് വെങ്കല മെഡൽ മാച്ചിന് ക്വാളിഫൈ ചെയ്തു. 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ 4ാം സ്ഥാനത്തെത്തിയ അർജുൻ ബബുട്ടയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായി. ഹോക്കിയിൽ ഇന്ത്യ അർജന്റീനയോട് പൊരുതി അവസാന നിമിഷം ഹർമൻപ്രീത് നേടിയ പെനാൽറ്റിയുടെ സഹായത്തോടെ ഡ്രോയിലേക്ക് മത്സരത്തെ എത്തിച്ചു. ആർച്ചറിയിൽ ഇന്ത്യ തുർക്കിയെയോട് 2-6 പരാജയപ്പെട്ടു. രാത്രി വൈകി നടന്ന ടേബിൾ ടെന്നീസ് മത്സരത്തിൽ ഇന്ത്യയുടെ മണിക ബത്ര ഫ്രാൻസിന്റെ പ്രീതിക പാവ്ഡയെ 11-9, 11-6, 11-9 തോൽപ്പിച്ച് റൗണ്ട് ഓഫ് 16-ലെത്തി. ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് നീന്തിക്കടന്ന ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വേഗമേറിയ വനിതാ പാരാസ്വിമ്മർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ ജിയാറായി. 17 മണിക്കൂറും 25 മിനിറ്റുമാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കയറാൻ ജിയ എടുത്ത സമയം. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ നടപടി ആവശ്യമാണെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഡൽഹിയിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ അപകടം അന്വേഷിക്കാൻ കമ്മിറ്റിയെ രൂപീകരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ. വയനാട്, ഇടുക്കി, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കനത്ത നാശനഷ്ടം. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ 3 മരണം. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. പാരീസ് ഒളിമ്പിക്സിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.